ഹെൽത്ത് കെയർ മാനേജ്മെന്റ് ആസ്പെക്റ്റിൽ ഒരു ബ്ലഡ് ബാങ്ക് സ്മൂത്തായി റൺ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈക്ക് സ്റ്റോക്ക് മാനേജ്മെന്റ്, ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിലുള്ള ബ്ലഡ് എല്ലാം ബാലൻസ്ഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഡോണർ മാനേജ്മെന്റ്. ഒരു ബ്ലഡ് ബാങ്കിന് റെഗുലർ ഡോണേഴ്സിന്റെ ആവശ്യമുണ്ട്. ക്യാമ്പ്സ് കണ്ടക്ട് ചെയ്യുക, ഡോണേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുക, ഇതെല്ലാം ആ ടീമിന്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ ഡൊണേറ്റ് ചെയ്യപ്പെട്ട ബ്ലഡ് സേഫ് ആണോ, കണ്ടാമിനേറ്റഡ് അല്ല എന്ന് ഉറപ്പുവരുത്തുന്നതും ഇവരുടെ ഡ്യൂട്ടിയിൽ പെടും. സ്റ്റോറേജ്, ഈ കളക്ട് ചെയ്യപ്പെട്ട ബ്ലഡ് ഒരു സർട്ടൻ ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ കോർഡിനേഷൻ, ICU, OT, ലേബർ റൂം എന്ന ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ എമർജൻസി ആയിട്ട് ബ്ലഡിന്റെ ആവശ്യം വരാൻ സാധ്യതയുണ്ട്. ഇവിടെയെല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ബ്ലഡ് ബാങ്ക് റെസ്പോണ്ട് ചെയ്യണം. അപ്പോൾ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കളക്ഷൻ ഓഫ് ബ്ലഡ് മാത്രമല്ല, റൈറ്റ് ബ്ലഡ്, റൈറ്റ് പേഷ്യൻറ്റ്, റൈറ്റ് ടൈം എന്ന് എൻഷുർ ചെയ്യുന്നതാണ്. മാനേജിങ് ബ്ലഡ് ബാങ്ക്സ് ഇൻ ഹോസ്പിറ്റൽ. ബ്ലഡ് ബാങ്ക് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നത് ബ്ലഡ് ഡൊണേഷൻ ആയിരിക്കും. പക്ഷേ ബ്ലഡ് ബാങ്കിൻ്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് വളരെ വാസ്റ്റാണ്. ആക്സിഡൻ്റ് ആയിട്ട് ഒരു പേഷ്യൻ്റ് എമർജൻസിയിൽ വന്നു കഴിഞ്ഞാലോ, OTയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ആയി കഴിഞ്ഞാലോ, അഥവാ ഡെലിവറി ടൈമിൽ എക്സ്പെക്ട് ചെയ്യാതെ ബ്ലഡ് റിക്വയർമെൻറ്റ് ഉണ്ടായി കഴിഞ്ഞാലോ ലൈഫ് സേവ് ചെയ്യുന്നത് ബ്ലഡ് ബാങ്കാണ്.